Hello friends, welcome back to my channel. So in ഈ വീഡിയോയിൽ നമ്മൾ കമല മാർക്കണ്ഡേയുടെ നെക്ടർ ഇൻ സീവ് എന്ന ഇന്ത്യൻ ലിറ്ററേച്ചർ വർക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. This Nectar in Sea was published in 1954 and this title was taken from Work Without Hope. സാമുവൽ ടൈലർ കോൾഡ്രിഡ്ജിന്റെ വർക്ക് വിത്തൗട്ട് ഹോപ്പ് എന്ന പോയത്തിൽ നിന്നാണ് നെക്ടർ ഇൻ സീവ് എന്ന ടൈറ്റിൽ എടുത്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റോറി സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വില്ലേജിലാണ്. ആ വില്ലേജിന് സ്പെസിഫിക് ആയിട്ടുള്ള പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. ആൻഡ് ഇത് 19th ആൻഡ് 20th സെഞ്ചുറിയുടെ ഇൻ ബിറ്റ്വീനിലാണ്, ബ്രിട്ടീഷ് റൂളിന്റെ സമയത്താണ് ഈ സ്റ്റോറി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലെ പ്രൊട്ടഗനിസ്റ്റ് എന്ന് പറയുന്നത് രുക്മിണിയാണ്. രുക്മിണി ഒരു ഓൾഡ് വുമൺ ആണ്. രുക്മിണിക്ക് എപ്പോഴും ഇമാജിൻ ചെയ്യുന്നത് എന്താണ്? അവളുടെ മരിച്ചുപോയ ഹസ്ബൻഡ് നാഥൻ അവളുടെ കൂടെ കിടക്കുന്നു എന്നുള്ളതാണ് രുക്മിണി എപ്പോഴും ഇമാജിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ രുക്മിണി അവളുടെ ഡേ സ്പെൻഡ് ചെയ്യുന്നത് തന്നെ ഷീസ് ചാന്റിങ് വിത്ത് ഹർ അഡോപ്റ്റഡ് ചൈൽഡ് പൂലിയുമായിട്ട് സംസാരിച്ചുകൊണ്ടാണ് രുക്മിണി അവളുടെ ഡേയ്സ് സ്പെൻഡ് ചെയ്യുന്നത്. രുക്മിണിയുടെ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്റെ മകൻ സെൽവം വർക്ക് ചെയ്യുന്ന സെൽവം ഇസ് വർക്കിംഗ് വിത്ത് എ ബ്രിട്ടീഷ് ഡോക്ടർ കെല്ലി. സോ സെൽവം വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ രുക്മിണിക്ക് കാണാമായിരുന്നു. ഇനി നമുക്ക് ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. എങ്ങനെയാണ് രുക്മിണി ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത്. രുക്മിണി ഒരു നല്ലൊരു സാമ്പത്തികമായി ഉയർന്ന ഒരു കുടുംബത്തിലായിരുന്നു ജനിച്ചിരുന്നത്. ഒരു നല്ലൊരു വെൽത്തി ഫാമിലിയിൽ റൂറൽ ഇന്ത്യയിലായിരുന്നു ജനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലൊക്കെയുള്ള 1954 ആണ് സമയം. അപ്പോഴൊക്കെയുള്ള ഗേൾസിന്റെ ഡ്രീം എന്തായിരുന്നു? നല്ല രീതിയിൽ കല്യാണം കഴിക്കണം, നല്ല ഹസ്ബൻഡിനെ കിട്ടണം, അതൊക്കെയായിരുന്നു അല്ലേ. ഇപ്പോഴൊക്കെയാണ് സ്റ്റഡീസ്, ഇതൊക്കെ ജോബ്, ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഗേൾസിന് ഡ്രീം ചെയ്യാൻ തുടങ്ങിയത്. ആ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോ രുക്മിണിയുടെ സിസ്റ്റേഴ്സ് ഒക്കെ, രുക്മിണി ആറാമത്തെ മകളായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ രുക്മിണിയുടെ സിസ്റ്റേഴ്സിന്റെ മാരേജ് ഒക്കെ ഭയങ്കര ഇവര് വെൽത്തി ഫാമിലിയിൽ ജനിച്ചത് കൊണ്ട് നല്ല ലക്ഷ്യറസ് ആയിട്ടുള്ള മാരേജ് ഒക്കെ ആയിരുന്നു രുക്മിണിയുടെ ഫാദർ എല്ലാ സിസ്റ്റേഴ്സിനും നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ രുക്മിണിക്കും അവളുടെ മാരേജിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു രുക്മിണിയുടെ ആഗ്രഹം തന്നെ, ടു ഗെറ്റ് മാരീഡ് ടു എ നൈസ് ഗായ്. പക്ഷേങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? രുക്മിണിയുടെ അച്ഛന് അവളുടെ 12 വയസ്സിൽ തന്നെ അയാളുടെ എല്ലാ പൊസിഷനും നഷ്ടമാവുകയാണ്. അങ്ങനെ രുക്മിണി വാസ് ഫോഴ്സ്ഡ് ടു ഗെറ്റ് മാരീഡ് ടു എ പുവർ ഫാമർ നാഥൻ. നാഥൻ ഒരു പുവർ ഫാമർ ആണെങ്കിലും ഹി വാസ് എ നൈസ് ഗായ്. രുക്മിണിയെ ഒരുപാട് സ്നേഹിക്കും, രുക്മിണിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു നല്ലൊരു ഭർത്താവായിരുന്നു നാഥൻ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രുക്മിണി ലവ്സ് നാഥൻ ആൻഡ് ഷീ സപ്പോർട്ട്സ് നാഥൻ എവറി ടൈം. ഇന്ത്യൻ ലിറ്ററേച്ചറിൽ തന്നെയുള്ള ഫസ്റ്റ് നോവലാണ് വിച്ച് ഇസ് ഓപ്പൺലി ഡിസ്കസിങ് അബൌട്ട് വുമൻ സെക്ഷൽ ഡിസയേഴ്സ്. അങ്ങനെ രുക്മിണി പറയാണ്, വാട്ട് രുക്മിണി സേയിങ് ഇൻ ദ നോവൽ ഇസ്, എ വുമൻ ദേ സേ ഓൾവേസ് റിമെമ്പേഴ്സ് ഹർ വെഡിങ് നൈറ്റ്. But for me, there are other nights I prefer to remember, sweeter, fuller, when I went to my husband, mature in mind and body, not as a pain child as I did on that first night. അതായത് രുക്മിണി പറയാണ്, രുക്മിണിയെ വിവാഹം കഴിഞ്ഞത് തന്നെ 12 വയസ്സിലാണ്. സോ ഷി വാസ് നോട്ട് മെച്ചുവർഡ് ബൈ ബോഡി ആസ് വെൽ ആസ് മൈൻഡ്. സോ ഇറ്റ് വാസ് വെരി പെയിൻഫുൾ ഫോർ ഹർ ഇൻ ദ ഫസ്റ്റ് നൈറ്റ്. But what is happening gradually is that Nathan was a good person and she's enjoying she's having a good sexual relationship with Nathan, and that is what is described by Kamala Markandeya in Nectar in Sea. അങ്ങനെ എന്താണ്, രുക്മിണി അവളുടെ ആദ്യത്തെ മകളെ പ്രസവിക്കുകയാണ്. ആൻഡ് ഹെർ നെയിം ഇസ് ഇറ. പക്ഷെ രുക്മിണിക്ക് വലിയ സന്തോഷം ഉണ്ടായിരുന്നില്ല. കാരണം എന്തായിരുന്നു, 19th സെഞ്ചുറി എന്ന് പറഞ്ഞാൽ എന്താണ്, ബോയ്സ് സൺസ് ഏൺ ചെയ്തിട്ട് വേണം നമ്മളെ വീട്ടിൽ കൊണ്ടുവരാൻ. ഒരു മകനെ പ്രസവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫാമിലിയിൽ സപ്പോർട്ട് ആകും. ഓക്കെ, ഇപ്പൊ ആ ചിന്താഗതിയൊക്കെ മാറി. ഓക്കെ, ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയായിരുന്നു. പക്ഷെങ്കിൽ എന്താണ്, ഇറ വളരെ സൗന്ദര്യമായിട്ടുള്ള ഒരു കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ഗേൾ ആയിട്ടാണ് ഇറ വളരുന്നത്. ആൻഡ് രുക്മിണി ലവ്സ് ഇറ. ഓക്കെ, പക്ഷേങ്കില് രുക്മിണിക്ക് ഇറക്ക് ശേഷം പിന്നെ കൺസീവ് ചെയ്യാൻ പറ്റുന്നില്ല. 6 വർഷത്തോളം രുക്മിണി കൺസീവ് ചെയ്യാതെ നിന്നു. ഓക്കെ, രുക്മിണിക്ക് ഒരു മകനെ കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നാഥന്, പക്ഷേങ്കിൽ രുക്മിണിക്ക് കൺസീവ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഡോക്ടർ കെന്നി രുക്മിണിയുടെ മരിക്കാൻ പോകുന്ന അമ്മയെ ചികിത്സിക്കാൻ വന്നപ്പോൾ ഡോക്ടർ കെന്നിയോട് രുക്മിണിയുടെ സങ്കടങ്ങൾ പറഞ്ഞു. അങ്ങനെ എന്താണ്, ലക്ലി ഡോക്ടർ കെന്നി ഇസ് ട്രീറ്റിംഗ് രുക്മിണി. അങ്ങനെ എന്താണ് സംഭവിക്കുന്നത്, രുക്മിണിക്ക് കണ്ടിന്യൂസ് ആയിട്ട് 5 ആൺമക്കൾ ജനിക്കുകയാണ്. Their names are Arjun, Thambi, Murugan, Raja and Selvam. So this is the situation. അങ്ങനെ ഒരു ദിവസം അർജുൻ എന്ത് ചെയ്യാണ്, രുക്മിണിയുടെ അടുത്തേക്ക് ഓടി വരുവാണ്. ആൻഡ് ഹീസ് ടെല്ലിംഗ് ദാറ്റ് ഒരു ലെതർ ഫാക്ടറി നമ്മളുടെ വില്ലേജിലേക്ക് വരാൻ പോവുകയാണ് എന്ന് പറയാണ്. പക്ഷേങ്കിൽ രുക്മിണിക്ക് എന്താണ്, അത് കേട്ടപ്പോ തന്നെ എന്താണ്, രുക്മിണി പറയാണ്, ഈ ലെതർ ഫാക്ടറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ വർക്കേഴ്സ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ സാധനങ്ങൾക്കും പ്രൈസ് കൂടും. ആൻഡ് രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ദ ടൗൺ വിൽ ബിക്കം അൺസേഫ് ഫോർ ചിൽഡ്രൻ. അതുകൊണ്ട് തന്നെ രുക്മിണി തന്റെ ഇറയെ ടൗണിലേക്കൊന്നും ഇറക്കാറില്ല. ആൻഡ് മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ബ്രിട്ടീഷ് പീപ്പിൾ വിൽ ലേ ദ ഹാൻഡ്സ് അപ്പോൺ അസ്. സോ ഇതൊക്കെയാണ് രുക്മിണി അർജുനോട് പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ. ഇത് വന്ന് ഈ ലെതർ ഫാക്ടറി നമ്മുടെ വില്ലേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളത്. പക്ഷെങ്കിൽ എന്താണ്, രുക്മിണിയുടെ നെയ്ബർ ഉണ്ട് കുന്തി. കുന്തിക്ക് എന്താണ് ഈ ട്രാൻസ്ഫോർമേഷൻ കുറിച്ച് ആലോചിച്ചിട്ട് നല്ല സന്തോഷമാണ്. കാരണം കുന്തി വിചാരിക്കുന്നത് എന്താണ്, പിന്നെ ലെതർ ഫാക്ടറി വന്നാൽ നമ്മുടെ ഒരു നമ്മളൊരു റൂറൽ പ്ലേസ് ഒക്കെ, ആ വില്ലേജ് ഒക്കെ എന്താവും, കുറച്ചും കൂടെ ടീ സ്റ്റാൾ ഷോപ്സ് ഒക്കെ വന്ന് കുറച്ചും കൂടെ എന്താ പറയാ ഗ്ലോറിഫൈ ആവും എന്നുള്ളതാണ് കുന്തിയുടെ ചിന്താഗതി. ഓക്കെ, സീ ദ ഡിഫറൻസ്. ഈവൻ ദേ ആർ നെയ്ബേഴ്സ്, ദ തിങ്കിങ് ഓഫ് ബോത്ത് ഓഫ് ദം ആർ ഡിഫറെന്റ്. അങ്ങനെ ഇറ വിവാഹപ്രായത്തിൽ എത്തുകയാണ്. ഇവരുടെ ഫാമിലിയിൽ 6 മക്കളുണ്ട്, പ്ലസ് ഫാദർ ആൻഡ് മദർ, ടോട്ടൽ 8 മെമ്പേഴ്സ് അടങ്ങിയ ഫാമിലിയാണ്. ഇവരുടെ നാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാൻഡ് റെന്റ് ചെയ്തിട്ട് എടുത്തിട്ട് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനങ്ങളൊക്കെ അത്രയും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രുക്മിണിയുടെ മകളെ എങ്ങനെയൊക്കെയോ നാഥനും രുക്മിണിയും കൂടെ ഇറയെ ഒരു ചെറിയൊരു ഡൗറി കൊടുത്ത് വിവാഹം കഴിപ്പിച്ചു വിട്ടു. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്, ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വരുവാണ് ആ വില്ലേജിലേക്ക്. മഴയൊന്നും ലഭിക്കാതെ ക്രോപ്സ് ഒക്കെ ഫെയിൽ ആവുന്നു. അങ്ങനെ രുക്മിണിയും നാഥനും ഫാമിലിയും, ഇത്രയും ആൾക്കാരുണ്ടാകുന്ന ഫാമിലി അല്ലെ, അവർ കംപ്ലീറ്റ് പോവേർട്ടിയിലേക്കും സ്റ്റാർവേഷനിലേക്കും പോവാണ്. രുക്മിണി പട്ടിണി കിടന്നിട്ട് ഭക്ഷണം കഴിക്കാതെ തന്നെ രുക്മിണിയുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി രുക്മിണി പട്ടിണി കിടന്നു. പക്ഷെ എന്താണ്, 1-2 കുട്ടികളൊന്നും അല്ലല്ലോ, ഇത്രയും ആൾക്കാർക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രുക്മിണി ഒരാൾ പട്ടിണി കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്, 5 വർഷങ്ങൾക്ക് ശേഷം ഇറ തിരിച്ച് വീട്ടിലേക്ക് വരാണ്. കാരണം എന്താണ്, ഇറ വാസ് നോട്ട് ഏബിൾ ടു ഗീവ് ബർത്ത് ടു എ ചൈൽഡ്. അതുകൊണ്ട് തന്നെ ഇറയുടെ ഹസ്ബൻഡ് അവളെ വിട്ടുപോയി. ആൻഡ് ഇറ വാസ് സോ ഡിപ്രസ്ഡ്. പക്ഷെ എന്താണ് ഉണ്ടാവുകയാണ്, ഇറ വീട്ടിൽ വന്ന സമയത്താണ് രുക്മിണി എന്ത് ചെയ്യുന്നത്, അവളുടെ 6ാമത്തെ പുത്രന് ജന്മം കൊടുക്കുന്നത്, കുട്ടി. അതുകൊണ്ട് തന്നെ ഇറയായിരുന്നു കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്, ഒരു അമ്മയെ പോലെ രുക്മിണിയെ കാട്ടും. അർജുനും തമ്പിയും രുക്മിണിയുടെ ആദ്യത്തെ 2 മക്കളാണ്. അർജുനും തമ്പിയും അവരെന്ത് ചെയ്യാണ്, അവർക്ക് ടാനറിയിൽ, ഈ ലെതർ ഫാക്ടറിയിൽ ഒരു ജോബ് കിട്ടുകയാണ്. രുക്മിണി ആദ്യം അതിനെ എതിർത്തെങ്കിലും പിന്നീട് രുക്മിണി അതിന് സമ്മതിക്കുകയാണ്. കാരണം എന്താണ്, അർജുനും തമ്പിയും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഫുഡും ഒക്കെ കിട്ടിയിട്ട് വീട്ടിലെ സ്റ്റാർവേഷനും പോവേർട്ടിയും മാറും. അങ്ങനെ രുക്മിണി അതിന് സമ്മതിക്കുകയാണ്. പിന്നീടാണ് ഒരു ദിവസം രുക്മിണി അറിയുന്നത്, രുക്മിണി ഹോസ്പിറ്റലിൽ ഡോക്ടർ കെന്നീനെ കാണാൻ പോയിട്ട് വരുന്ന സമയത്താണ് രുക്മിണി കുന്തിയെ കാണുന്നത്. കുന്തി ഭയങ്കര ആൾക്കാർ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ സാരിയൊക്കെ ഇട്ട് വസ്ത്രമൊക്കെ ധരിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് രുക്മിണി ആ സത്യം മനസ്സിലാക്കുന്നത്. അതായത് കുന്തി ഹാസ് ബിക്കം എ പ്രോസ്റ്റിറ്റ്യൂട്ട്. കുന്തി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയി മാറിയിരിക്കുകയാണ്. ആൻഡ് ആ ഒരു സമയത്ത് തന്നെ അർജുനും തമ്പിക്കും അവരുടെ ജോലി നഷ്ടപ്പെടുവാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വെന്റ് ടു എ ലേബർ സ്ട്രൈക്ക്. ദേ ലെഡ് എ ലേബർ സ്ട്രൈക്ക് ഡിമാൻഡിങ് ഫോർ എ ലോങ്ങർ ലഞ്ച് ബ്രേക്ക്. കൂടുതൽ ദൈർഘ്യമുള്ള ഒരു ലഞ്ച് ബ്രേക്കിന് വേണ്ടിയിട്ട് അവർ ഒരു ലേബർ സ്ട്രൈക്ക് നടത്തി. അതിന്റെ പേരിൽ അവർക്ക് അവരുടെ ജോലി നഷ്ടപ്പെടുവാണ്. അങ്ങനെ ജോലി നഷ്ടപ്പെട്ടതോടെ ഇവരുടെ നല്ലൊരു വരുമാന സ്രോതസ്സായിരുന്നു അർജുനും തമ്പിയും. അത് നിലയ്ക്കാണ്. വീണ്ടും എന്താണ് പറയാ, ദാരിദ്ര്യത്തിലേക്ക് കുടുംബം കടക്കാണ്. അങ്ങനെ അർജുനും തമ്പിയും എന്ത് ചെയ്യാണ്, അവര് ടീ പ്ലാന്റേഷൻ വർക്കിന് വേണ്ടിയിട്ട് അവർ സിലിയോണിലേക്ക് വിടുവാണ്. പിന്നീട് ഈ ഒരു സ്റ്റോറിയിൽ അർജുനെയും തമ്പിനെയും ക്യാരക്ടർ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അവര് നാട് വിടുവാണ് വേറൊരു ജോലിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ മുരുകൻ എന്ത് ചെയ്യുന്നു, 3ാമത്തെ മകനായിട്ടുള്ള മുരുകൻ, അർജുൻ തമ്പി മുരുകൻ 3ാമത്തെ മകനാണ്. ആ മകൻ എന്ത് ചെയ്യുന്നു, ജോലിക്ക് വേണ്ടിയിട്ട് വേറൊരു വലിയൊരു സിറ്റിയിലേക്ക് അവരും പോവാണ്. അങ്ങനെ അർജുനും പോയി, തമ്പിയും പോയി, മുരുകനും പോയി. അങ്ങനെ ഒരു ദിവസം കുന്തി ഈ കംപ്ലീറ്റ് സ്റ്റാർവേഷനിലാണ് ആ ഒരു വില്ലേജ് മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഒരു വീട് മാത്രമല്ല, എല്ലാവർക്കും പട്ടിണിയും ദാരിദ്ര്യവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അപ്പൊ ഒരു ദിവസം കുന്തി എന്ത് ചെയ്യാണ്, രുക്മിണിയെ വന്നിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. അതായത് ഞാൻ നാഥനോട് പറയും, എന്തിനാണ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്, ഷീ നീഡ് ടു ഗിവ് ഹർ ഫുഡിന് വേണ്ടിയിട്ടാണ് ഷീ ഈസ് ബ്ലാക്ക്മെയിലിംഗ്. ആൻഡ് ഷീ സെയിങ് ദാറ്റ് അവൾ നാഥനോട് പറയും ഈ രുക്മിണിയും ഡോക്ടർ കെന്നിയായിട്ട് ഒരു അഫയർ ഉണ്ടെന്നും അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെങ്കില് പിന്നീടാണ് രുക്മിണി അറിയുന്നത് നാഥൻ കുന്തിക്ക് അവര് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് നാഥൻ കുന്തിക്ക് കൊടുത്തു എന്നുള്ളത്. അപ്പൊ നാഥൻ ആ സത്യം രുക്മിണിയോട് റിവീൽ ചെയ്യാണ്. അതായത് നാഥൻ ഹാസ് സ്ലെപ്റ്റ് ഈവൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ മാരേജ് വിത്ത് കുന്തി. ആൻഡ് കുന്തിയുടെ 2 പുത്രന്മാരും നാഥന്റേതാണെന്നുള്ള കാര്യം രുക്മിണിയോട് പറയാണ്.
അപ്പൊ രുക്മിണി എന്താണ് ഇത് കേട്ട് രുക്മിണിക്ക് വല്ലാതെ സങ്കടാവും അല്ലെ, ഏതൊരു ഭാര്യക്കാരും ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. പക്ഷെ എന്താണ് ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഹസ്ബൻഡ്സ് എന്ത് ചെയ്താലും നമ്മൾ വീണ്ടും ഹസ്ബൻഡിനോട് ക്ഷമിച്ചിട്ട് നമ്മൾ അവരുടെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന കാലഘട്ടമാണ്. ഇപ്പോഴുള്ള പോലെയൊന്നും അല്ല അല്ലെ, ഇപ്പൊ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് സ്പോട്ടിൽ എന്താണ് വേർപിരിയുന്ന കാലഘട്ടമാണ്. അപ്പോ ഹസ്ബൻഡ് എന്ത് ചെയ്താലും എന്ത് തെറ്റ് ചെയ്താലും അവര് ക്ഷമിക്കും. പക്ഷെ രുക്മിണി ഇവിടെ എന്താണ് കരുതുന്നത്, അറ്റ്ലീസ്റ്റ് ഇവര് കുന്തിയുടെ ബ്ലാക്ക്മെയിലിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ, ആ ഒരു സമാധാനമാണ് രുക്മിണിക്ക് ഉണ്ടായിരുന്നത്. രാജ എന്ന് പറഞ്ഞിട്ടുള്ള രുക്മിണിയുടെ മകനെ ടാനറിയിലുള്ള വാച്ച്, ഈ ലെതർ ഫാക്ടറി, ടാനറി മീൻസ് ലെതർ ഫാക്ടറി, ഈ ലെതർ ഫാക്ടറിയിലുള്ള വാച്ച്മാൻ കൊലപ്പെടുത്തുവാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹി വാസ് ട്രൈങ് ടു സ്റ്റീൽ ഫുഡ് ഇൻ ദ ടൗൺ. രാജ ടൗണിലെ ഫുഡ് സ്റ്റീൽ ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് ഈ വാച്ച്മാൻ രാജയെ കൊല്ലുന്നത്. അങ്ങനെ ഇറ എന്താണ് സംഭവിക്കുന്നത്, അങ്ങനെ രാജ മരണപ്പെട്ടു. തമ്പിയും അർജുനും തമ്പിയും മുരുകനും സിറ്റി ലീവ് ചെയ്തു. ആൻഡ് അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല അല്ലെ, എന്താണ് വരുമാനം എന്നല്ല. അങ്ങനെ ഇറ കുന്തിയെ പോലെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മാറുവാണ്. ഇറ എന്തിനാണ് കുന്തിയെ പോലെ പ്രോസ്റ്റിറ്റ്യൂട്ട് ആവുന്നത്, ഇറക്ക് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. കാരണം എന്താണ്, ഷീ ഹാസ് ടു ഗെറ്റ് മിൽക്ക് ഫോർ കുട്ടി, കുട്ടിക്ക് വേണ്ടിയിട്ട് മിൽക്ക് കൊടുക്കണം. പക്ഷെ എങ്കിൽ പോലും എന്താണ്, കുട്ടി മരിക്കുകയാണ് മാൾ ന്യൂട്രീഷൻ കാരണം. അങ്ങനെ ഇര എന്ത് ചെയ്യാണ്, പ്രഗ്നന്റ് ആവുകയാണ് വിത്ത് ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ്. അങ്ങനെ ഒരേ ഒരു മകൻ ബാക്കിയുള്ളത് ആരാണ്, സെൽവമാണ്. സെൽവം ഈസ് പ്ലാനിങ് ടു അപ്രന്റീസ് വിത്ത് കെന്നി. അങ്ങനെ കെന്നിയായിട്ടുള്ള ഇടപെടലിൽ സെൽവം കുറെ ഫോറിൻ തോട്ട്സ്, കെന്നി ഈസ് എ ബ്രിട്ടീഷ് പേഴ്സൺ, സോ അതുകൊണ്ട് തന്നെ കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ സെൽവത്തിന് വരികയാണ്. സോ ഇതിൽ കെന്നി എന്ന് പറയുന്നത് കോളനൈസർ ആണ്, രുക്മിണി എന്ന് പറയുന്നത് കോളനൈസ്ഡ് ആണ്. ഒരു ദിവസം നാഥനോട് പറയുകയാണ്, അവരുടെ ലാൻഡ് ഓണർ റെന്റ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് നാഥന്റെ ലാൻഡ് ഈ എന്താണ് ഒരു ഏജന്റ് വഴി, ശിവാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജന്റ് വഴി അവര് ഈ പ്ലോട്ട് സെയിൽ ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2 ദിവസം കൊണ്ട് തന്നെ നാഥൻ എന്ത് ചെയ്യണം, ഇവരുടെ ഫാം ലാൻഡിൽ നിന്ന് പോകണം എന്നുള്ളത് പറയും. അങ്ങനെ നാഥന്റെ ജോലി പോയി. എന്താണ് ചെയ്യുന്നത്, രാജ മരിച്ചു, കുട്ടി മരിച്ചു, മുരുകനും അർജുനും തമ്പിയും മറ്റ് വില്ലേജിലേക്ക്, വേറൊരു സിറ്റിയിലേക്കൊക്കെ പോയി അവരുടേതായിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അങ്ങനെ രുക്മിണി നാഥനും തീരുമാനിക്കുവാണ് ആ മുരുകന്റെ വീട്ടിലേക്ക് പോകാം, അറ്റ്ലീസ്റ്റ് മുരുകൻ ഇവരെ എന്താ പറയാ ഇവർക്ക് ഇടം കൊടുക്കുന്നുള്ളത്. പക്ഷെ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, പോകുന്ന വഴിക്ക് ഒരു തീഫ് എന്ത് ചെയ്യാണ്, ഒരു കള്ളൻ ഇവരുടെ എല്ലാ സാധനങ്ങളും മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരൊരു സ്ട്രീറ്റ് ചൈൽഡിനെ കാണുവാണ്, പൂലിയാണ് നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞിരുന്ന അഡോപ്റ്റഡ് ചൈൽഡ് ഓഫ് രുക്മിണി. സോ പൂലിയെ കാണുകയാണ്. അവരെന്ത് ചെയ്യുന്നു, പൂലി എന്ത് ചെയ്യുന്നു, ഹീസ് ഡയറക്ടിങ് ദം ടു കോയിൽ സ്ട്രീറ്റ്, അവിടെയാണ് മുരുകൻ താമസിക്കുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ രുക്മിണി ഫീൽ ഷെയിം, രുക്മിണി മനസ്സിലാക്കി, അതായത് മുരുകൻ എന്ത് ചെയ്യുന്നു, മുരുകൻ അദ്ദേഹത്തിന്റെ വൈഫ് അമ്മുവിനെയും കുട്ടിയെയും അവിടെ ഉപേക്ഷിച്ചിട്ട് മുരുകൻ അവർക്ക് എന്താ പറയാ അവരെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, മുരുകൻ്റെതായിട്ടുള്ള ലൈഫ് സെറ്റിൽ ചെയ്തിട്ട് മുരുകൻ പോവാണ്. അപ്പോ രുക്മിണി വിചാരിക്കാണ് തന്റെ ഗ്രാൻഡ് ചൈൽഡിനെയും അമ്മ നോക്കുന്നു, അപ്പൊ രുക്മിണിനെയും നാഥനെയും കൂടെ അമ്മുക്ക് നോക്കാൻ പറ്റില്ല. കാരണം അത് മാത്രമല്ല മുരുകൻ അവരെയൊക്കെ ഉപേക്ഷിച്ച് പോയിട്ടാണുള്ളത്. സോ അവിടെ നിൽക്കാൻ രുക്മിണിക്ക് മനസ്സ് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ രുക്മിണി എന്ത് ചെയ്യുന്നു, കുറെ ജോലികൾ അവിടെ ചെയ്യുന്നു. ആദ്യം സ്ക്രൈബ് ആയിട്ട് ഒരു റീഡർ ആയിട്ടൊക്കെ രുക്മിണി നിൽക്കുവാണ് മാർക്കറ്റിൽ. പക്ഷെ എന്താ പറയാ 19th സെഞ്ചുറി, എപ്പോഴും നമ്മൾ ഈ സ്റ്റോറീസ് ഒക്കെ നോക്കുമ്പോൾ ആ കാലഘട്ടവും കൂടെ ചിന്തിക്കണം. ആ കാലഘട്ടത്തിലെ റിഫ്ലക്ഷൻ ആണ്, ഓരോ കാലഘട്ടത്തിലെ റിഫ്ലക്ഷൻ ആണ് ഓരോ കാലഘട്ടത്തിലെ സ്റ്റോറി. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരു വുമൺ റീഡർ ആവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഇവർക്ക് വലിയ വരുമാനമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു സ്റ്റോൺ ക്വാറിയിൽ വർക്ക് ചെയ്യാണ് രുക്മിണിയും നാഥനും. അവിടെ അത്യാവശ്യം അവർക്ക് പൈസയൊക്കെ സമ്പാദിക്കാൻ പറ്റും. അങ്ങനെ ഈ പൂലിയുമായിട്ട് രുക്മിണി നല്ലൊരു ഫാമിലി ബോണ്ട്, ഒരു മദേഴ്സ് ആൻഡ് റിലേഷൻഷിപ്പ് ഫോം ചെയ്യാണ്. അങ്ങനെ രുക്മിണി ചിന്തിക്കുകയാണ് ഈ പൂലിയെയും കൂട്ടിയിട്ട് നാട്ടിലേക്ക് പോവാന്നുള്ളത്. അങ്ങനെ പൂലിയോട് പറയും, ഞാൻ നിന്നെ അഡോപ്റ്റ് ചെയ്യുകയാണ്, ഓക്കെ നമുക്ക് എല്ലാവർക്കും കൂടെ നാട്ടിലേക്ക് പോവാം, അവരുടെ വില്ലേജിലേക്ക് പോവാന്നുള്ളത്. പക്ഷെ പോകുന്ന ഇടയ്ക്ക് എന്താണ് പറ്റുന്നത്, നാഥന് അതികഠിനമായ പനി വരികയും നാഥൻ പിറ്റേ ദിവസം തന്നെ മരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഫുൾ ട്രാജഡിയാണ്. അതാണ് നെക്ടോ ഇൻ സീവ്. ട്രാജഡിയുടെ മേലെ എന്താ പറയാ, നമ്മളെ സഫറിങ്സിൽ നമ്മൾ കൂടുതൽ നമ്മൾ ഇങ്ങനെ എന്താ പറയാ സഫറിങ്സ് ഡബിൾ ചെയ്ത് പോകുന്നു. അത് തന്നെയാണ് ഈ നെക്ടോ ഇൻ സീവ് എന്ന് പറയുന്ന ടൈറ്റിൽ. അങ്ങനെ എന്ത് ചെയ്യാണ്, രുക്മിണിയും പൂലിയും കൂടെ അവരുടെ വില്ലേജിലേക്ക് പോവാണ്. അവിടെ ഇപ്പൊ ബാക്കിയുള്ളത് ആരാണ്, സെൽവവും ഇറയും മാത്രമേ ഉള്ളൂ. സെൽവവും ഇറയും അവരുടെ ന്യൂ ബ്രദർ പൂലിനെ ഹാർട്ട്ഫുള്ളി വെൽക്കം ചെയ്യാണ്. So this is all about today's video and hope you like my video. So let's come with another video next time. Thank you.